ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ടൂറിൻ്റെ വ്ളോഗുമായിട്ടാണ് ഇന്ന് ഞാൻ വരുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ ഇന്നത്തെ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഫുഡ് വീട്ടിൽ നിന്ന് കഴിച്ചിരുന്നില്ല. അപ്പം ഞങ്ങൾ പത്തിരി കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇറച്ചിക്കറി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ചായക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തിരുന്നാണ് കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു, കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പാലക്കാട് ട്രിപ്പ് പോയപ്പോൾ അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നേരെ വണ്ടി വിട്ടപ്പോൾ ഞങ്ങളൊരു അമ്പലം കണ്ട്. അമ്പലത്തിൻ്റെ പേരാണ് റാളിക്കാവ് ക്ഷേത്രം. കണ്ടു. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അടിപൊളി നല്ല സ്പോട്ടാണ്. അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ട്രെയിൻ പോണ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായി. കൂട്ടത്തിൽ തന്നെ ട്രെയിൻ പോണ കണ്ടപ്പോൾ അവിടുത്തെ ചുറ്റുമുള്ള പാടവും ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ട്രെയിൻ പാളവും കണ്ടു. അടുത്തത് ഞങ്ങൾ വരിക്കാശ്ശേരി മനയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വരിക്കാശ്ശേരി മനയിലെത്തി. ഉച്ചയായി ഞങ്ങൾ വരിക്കാശ്ശേരി മനയിലെത്തി. ഏകദേശം 150 ചിത്രം ഷൂട്ട് ചെയ്ത വീടാണ് കേട്ടോ ഇത്. TV-യിലൊക്കെ നമ്മൾ ഈ വീട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ആസിഫ് ഖായും ജയറാമേട്ടനും ഒക്കെയുള്ള പടം മൈലാഞ്ചി മുഞ്ചുള്ള വീട് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇത്. അതിലെ നടന്ന് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ വർഷം പഴക്കമുള്ള മനയാണല്ലോ വരിക്കാശ്ശേരി മന. അവിടെ നടന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ മേളയിലേക്ക് പോയി നോക്കി. നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കാണാൻ പോയി. ഞാൻ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോ സിനിമകളിൽ വീട്, പക്ഷേ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു വീട് കാണാൻ. നല്ല സ്ഥലമൊക്കെ ആയിരുന്നു, അടിപൊളി സ്ഥലമായിരുന്നു. കുറേ വർഷ പഴക്കമുള്ള മനയാണ്. അതിൽ നടക്കാൻ നല്ല ഭംഗിയുണ്ട്. അടുത്തത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയത്താണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയം വരെ ഞങ്ങൾ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വ്ളോഗ് വരുമ്പോൾ കാണാം.